നമസ്കാരം. കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിച്ചതുപോലെ പാശ്ചാത്യ മാധ്യമങ്ങൾ ഇറാൻ യുദ്ധത്തെ പതിയെ അവഗണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് യുദ്ധത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നുറപ്പായപ്പോൾ ഇറാനെ അവഗണിക്കുക, അങ്ങനെ ആരുടെയും ശ്രദ്ധ പതിയാതെ പിന്മാറുക എന്നതാണ് പുതിയ സ്ട്രാറ്റജി. ഇത് തുറന്നു പറഞ്ഞ ഒരു രാജ്യം ജർമ്മനിയാണ്. അമേരിക്ക യുദ്ധത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു, അമേരിക്ക ലോകത്തെ പ്രതിസന്ധിയിലാക്കിയിട്ട് മുങ്ങിയിരിക്കുന്നു എന്നാണ് ജർമ്മനിയുടെ ആരോപണം. ഇതിനിടയിൽ എല്ലാം സാധാരണ പോലെ സംഭവിക്കുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള മറ്റ് നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ബ്രിട്ടനിലെ ചാൾസ് രാജാവ് 2 ദിവസമായി അമേരിക്ക സന്ദർശിക്കുകയാണ്. അമേരിക്കൻ കോൺഗ്രസിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് നാറ്റോയെ പിന്തുണയ്ക്കണം, ബ്രിട്ടനെ പിന്തുണയ്ക്കണം, യുക്രൈനെ പിന്തുണയ്ക്കണം എന്നൊക്കെ ചാൾസ് രാജാവ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചാൾസ് രാജാവും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും തമ്മിൽ അടുത്ത ബന്ധമാണ്. അതിൻ്റെ ശരീരഭാഷയാണ് ട്രംപ് ചാൾസിന് നൽകിയ സ്വീകരണം സൂചിപ്പിക്കുന്നത് എന്നാണ് ബ്രിട്ടീഷ് മാധ്യമങ്ങൾ എഴുതുന്നത്. എന്നാൽ മറുവശത്ത് ഇസ്രായേൽ അവരുടെ കർമ്മം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആരെന്തൊക്കെ പറഞ്ഞാലും അവരുടെ രാജ്യത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾ എടുക്കണം. ലെബനോനിൽ ആക്രമണം തുടരുന്നു. 3 രക്ഷാപ്രവർത്തകർ കൊല്ലപ്പെട്ടു എന്ന് ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. തിരിച്ചടിയായി ഇസ്രായേലിലെ 3 സൈനികർക്ക് പരിക്കേൽപ്പിച്ചു എന്ന് ഹിസ്ബുള്ളയും അവകാശപ്പെടുന്നുണ്ട്. പതിവ് പോലെ ട്രംപിൻ്റെ ഭീഷണി തുടരുന്നു. ഇറാൻ ഏറെ വൈകാതെ അസ്തമിക്കും. ഇറാൻ നാശത്തിൻ്റെ വക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബ്ലോക്കേഡൊക്കെ ഞങ്ങൾ നീക്കിക്കൊടുക്കും, കാരണം ഇറാനിനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നൊക്കെ ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ യുദ്ധത്തിൽ നിന്നും പിന്മാറുന്നതിൻ്റെ സൂചനയായി ഇത് പുറത്തു വരുന്നു. എന്നാൽ അപ്പോഴും ബാക്കിയാവുന്ന ഒരു പ്രശ്നം ഇറാൻ്റെ ഭാവി, പശ്ചിമേഷ്യയുടെ ഭാവി എന്നതാണ്. GCC രാജ്യങ്ങൾ, 6 GCC രാജ്യങ്ങൾ സൗദി അറേബ്യയിലെ ജദ്ദയിൽ വെച്ച് ഭാവി പരിപാടികളെക്കുറിച്ച് ഇന്നലെ യോഗം ചേർന്നു. ഇറാൻ കുറച്ചുകൂടി ഉത്തരവാദിത്തം കാണിക്കണം, ഹോർമോസ് കടലെടുക്ക് തുറക്കണം തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ GCC രാജ്യങ്ങൾ ഉന്നയിച്ചു എന്നല്ലാതെ എന്തെങ്കിലും നീക്കുപോക്കുണ്ടാവും എന്ന് പ്രതീക്ഷ ആർക്കുമില്ല. എന്നാൽ ഈ രാജ്യങ്ങളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് GCC രാജ്യങ്ങളുടെ യോഗം ജദ്ദയിൽ ചേരുമ്പോഴാണ് UAE ഒപ്പക്കിൽ നിന്ന് പിന്മാറുന്നതായി പ്രഖ്യാപിക്കുന്നത്. ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ട് കൺട്രീസ് ആണ് OPEC. പെട്രോളിയം കയറ്റി അയക്കുന്ന രാജ്യങ്ങളെല്ലാം ചേർന്ന് 1960 തുടങ്ങിയതാണ് OPEC. 1961 UAE അതിൻ്റെ ഭാഗമാവുന്നത്. ഇറാഖിലെ ബാഗ്ദാദിൽ വെച്ച് 1960 ആദ്യ യോഗം ചേരുമ്പോൾ സൗദിയും വെനസ്വേലയും ഒക്കെ ആ രാജ്യങ്ങളുടെ ഭാഗമായിരുന്നു. ഇടയ്ക്കിടെ ഒപ്പക്കിൽ നിന്നും രാജ്യങ്ങൾ വിട്ടുപോകുന്നതും തിരിച്ചു വരുന്നതുമൊക്കെ പതിവാണ്. പക്ഷെ ഒപ്പക്കിൻ്റെ പ്രത്യേകത, ഈ രാജ്യങ്ങൾ ഒരുമിച്ച് നിന്നാണ് പെട്രോളിയം വിലയെ നിയന്ത്രിക്കുന്നത്. ഡിമാൻഡ് സപ്ലൈ തിയറി നിലനിർത്തുക എന്നതാണ് ലക്ഷ്യം. അമിതമായി ഉത്പാദനമുണ്ടായാൽ വില ഇടിഞ്ഞു പോകാൻ ഇടയുള്ളതുകൊണ്ട് ഓരോ രാജ്യങ്ങൾക്കും കോട്ട അനുവദിച്ചുകൊണ്ട് പെട്രോളിയം ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്നത് രാജ്യങ്ങളാണ്. അങ്ങനെ പെട്രോളിയം വിലയ്ക്ക് സ്ഥിരത ഉറപ്പാക്കിക്കൊണ്ടിരുന്ന ഈ സഖ്യത്തിൽ നിന്നും UAE വിട്ടുപോയത് എന്തുകൊണ്ടാണ്? പലരുടെയും പ്രധാനപ്പെട്ട ചോദ്യമാണ്. UAE വിട്ടുപോയാൽ എന്തു സംഭവിക്കും? അതും സുപ്രധാനമായ ചോദ്യമാണ്. വാസ്തവത്തിൽ UAEയുടെ തീരുമാനം ഞെട്ടിച്ചത് സൗദിയെയാണ്. ഗൾഫ് രാജ്യങ്ങളെല്ലാം പരസ്പരം സഹകരണത്തിലാണ് മുമ്പോട്ട് പോകുന്നതെങ്കിലും സൗദിയും UAEയും തമ്മിൽ ഒരു കാലത്തും പൂർണ്ണമായ അടുപ്പത്തിലായിരുന്നില്ല. 2 രാജ്യങ്ങളുടെയും രാഷ്ട്രീയ നിലപാടുകൾ പോലും വ്യത്യസ്തമാണ്. ഇറാനുമായി ഒരു തരത്തിലും സന്ധിക്ക് തയ്യാറാവാത്ത രാജ്യമാണ് UAE. യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഖത്തറിനെയും സൗദിയെയും ഒക്കെ UAE സമ്മർദ്ദത്തിലാർത്താറുണ്ട് തിരിച്ചടിക്കാൻ. ഈ രാജ്യങ്ങൾ ആക്രമിക്കപ്പെടുകയാണ്. ഈ ആക്രമിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും കൈയും കെട്ടി നിൽക്കരുത്, തിരിച്ചടിക്കണമെന്നതാണ് UAEയുടെ നിലപാട്. ഏതാണ്ട് 2300ഓളം ഡ്രോൺ, മിസൈൽ ആക്രമണങ്ങൾ നേരിട്ട രാജ്യമാണ് UAE എന്നോർക്കണം. ഇറാൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഏറ്റവും അധികം ആക്രമിച്ചത് UAE ആണ്. ഏറ്റവും അധികം സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന സാഹചര്യമുണ്ടായതും UAE ആണ്. എന്നാൽ സൗദിയും ഖത്തറുമൊക്കെ എങ്ങനെയെങ്കിലും പ്രശ്നം പരിഹരിച്ച് ഇറാനെ കൂടി നിലനിർത്തുന്ന തരത്തിലുള്ള സമീപനം എടുക്കുമ്പോൾ UAEയുടെ നിലപാട് ഇറാനെ പൂർണ്ണമായും ഇല്ലാതാക്കണം എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇറാനോട് ഒരു വിട്ടുവീഴ്ചയ്ക്കും UAE തയ്യാറല്ല. ആ സമീപനം തന്നെയാണ് ഇപ്പോഴത്തെ ഭിന്നതയുടെ കാരണം. അതുകൊണ്ട് തന്നെ ഇറാന് സംരക്ഷണം ഒരുക്കുന്ന, ഭാഗിക നിലപാടെടുക്കുന്ന ഈ ഒപ്പക്കിനോട് ചേർന്ന് നിൽക്കുന്നതല്ല തങ്ങളെന്ന് പ്രഖ്യാപിച്ച് എണ്ണവിലയിൽ വലിയൊരു ഇടപെടലാണ് UAE നടത്തിയിരിക്കുന്നത്. നമ്മൾ കരുതുന്നതിനപ്പുറത്തേക്ക് ശക്തമായ നിലപാടുള്ള രാജ്യമാണ് UAE. UAE ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ ആരോടും ചർച്ച ചെയ്യാറില്ല. പാകിസ്ഥാൻ ഇറാനെ സഹായിക്കുന്നെന്ന പരാതി UAEക്കുണ്ട്. പാകിസ്ഥാൻ വലിയ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. ഇപ്പോഴും കരയും കടലുമായി പാകിസ്ഥാനാണ് ഇറാനുമായി അടുപ്പമുള്ളത്. ഇറാനെ സംരക്ഷിക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നു. അറബിക്കടലിലേക്കുള്ള പുതിയ വഴി തുറന്നു കൊടുക്കുന്നു എന്നുള്ള ആരോപണമൊക്കെ ഉണ്ട്. ഇത്തരത്തിലുള്ള പല പരാതികളും UAEക്കുള്ളതുകൊണ്ടാണ് ഏതാണ്ട് $3.5 ബില്യൺ നിക്ഷേപം
പാകിസ്ഥാനിൽ നിന്നും UAE പിൻവലിക്കുന്നത്. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപമായിരുന്നു. ഇത് പിൻവലിച്ചതോടെ പാകിസ്ഥാൻ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുമെന്ന സാഹചര്യത്തിലാണ് സൗദി അറേബ്യ പാകിസ്ഥാനെ രക്ഷയ്ക്കെത്തുന്നത്. ഇത്തരത്തിൽ വ്യക്തമായ നിലപാട് UAEക്ക് ഇത്തരം കാര്യങ്ങളിലുണ്ട്. ഈ നാളുകളിൽ അധികമാരും ശ്രദ്ധിക്കാതെ പോയ ഒരു സംഭവം, ഇസ്രയേലിൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റം, വ്യോമ പ്രതിരോധ സംവിധാനം UAEയിൽ എത്തി എന്നതാണ്. അയൺ ഡോം അങ്ങനെ അധികമാർക്കും അവർ കൊടുക്കില്ല. അയൺ ഡോം അടക്കമുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ UAEക്ക് ഇസ്രയേൽ കൊടുത്തു. UAE സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഇസ്രയേൽ ഏറ്റെടുത്തിട്ടുണ്ട്. ഈ പ്രതിസന്ധി രൂക്ഷമായപ്പോൾ ഇസ്രയേൽ UAEയെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വല്ലാത്തൊരു അടുപ്പമാണ് UAEയും ഇസ്രയേലും തമ്മിലുള്ള. ഇത്തരം ഒരുപാട് പശ്ചാത്തലത്തിൽ വേണം നമുക്ക് ഒപ്പക്കിൽ നിന്നുള്ള UAEയുടെ പിന്മാറ്റത്തെ കാണാൻ. ഇത് ഗൾഫ് സഹകരണ കൗൺസിൽ ഉണ്ടാക്കുന്ന പ്രശ്നം ചില്ലറയല്ല. അതേസമയം ഇറാൻ ഒട്ടും യോജിക്കുന്ന നിലപാടല്ല. ഇറാൻ അവരുടെ ആക്രമണം കടുപ്പിക്കുമെന്ന ആശങ്ക ശക്തമാണ്. ഈ വിഷയത്തെക്കുറിച്ച് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഏറ്റവും മനോഹരമായൊരു കുറിപ്പ് വിശ്വരാജ് എന്ന് പറയുന്ന ഒരു സംഘപരിവാർ സഹയാത്രികൻ കുറിച്ചതാണ്. അതുകൂടി കേൾക്കുക. അമേരിക്കയ്ക്കും ഇറാനും ഒരേപോലെ അടികിട്ടുന്ന തീരുമാനമായി UAEയുടെ ഒപ്പക്കിൽ നിന്നുള്ള പിന്മാറ്റം. ഇന്ത്യക്കും യൂറോപ്പിനും അനുകൂലവും. ഒപ്പക് ലീഗ് അഥവാ അറബ് എണ്ണ രാജ്യങ്ങളാണ് ലോക എണ്ണ വ്യാപാരത്തിൻ്റെ 47% നിയന്ത്രിക്കുന്നത്. അവർ ഉത്പാദനം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതനുസരിച്ച് ഡിമാൻഡും സപ്ലൈയും കൂടുകയും കുറയുകയും ചെയ്യും. അതനുസരിച്ച് ആഗോള മാർക്കറ്റിൽ എണ്ണയുടെ വില കൂടുകയും കുറയുകയും ചെയ്യും. ആർക്കു വേണ്ടിയാണ് ഒപ്പക് രാജ്യങ്ങൾ ബാറ്റ് ചെയ്യുന്നത് എന്നറിയാമല്ലോ. മുണ്ടക്കൽ കുഞ്ഞികൃഷ്ണൻ നമ്പ്യാരായ അമേരിക്കയുടെ സുഭദ്രാമയാണ് ഒപ്പക്. ഇരുവരുടെയും അവിഹിത സന്തതിയാണ് പെട്രോ ഡോളർ എന്ന മുണ്ടക്കൽ ശേഖരൻ. UAEയുടെ എണ്ണ ഉൽപ്പാദന കപ്പാസിറ്റി 5 മില്യൺ ബാരൽ പ്രതിദിനമാണ്. പക്ഷെ ഒപ്പക് കരാർ അനുസരിച്ച് പരമാവധി ഉത്പാദനം നടത്താൻ UAEക്ക് അനുമതിയില്ല. ഒരു 3.5 മില്യൺ ബാരൽ വരെ പരമാവധി ഉൽപ്പാദനം നടത്താം. എല്ലാവർക്കും മാർക്കറ്റും കച്ചവടവും വേണമല്ലോ. മാത്രമല്ല, കൂടുതൽ ഉൽപ്പാദനം നടക്കുമ്പോൾ മാർക്കറ്റിൽ സപ്ലൈ അധികമാവും. അപ്പോൾ ഡിമാൻഡ് കുറയും, അപ്പോൾ വില കുറയും. അതുകൊണ്ട് സപ്ലൈക്ക് നിയന്ത്രണം വെച്ചാണ് ഉത്പാദനം. ആരുടെ നിയന്ത്രണം? അമേരിക്ക പറയും പോലെ നാളെ അമേരിക്കയ്ക്ക് കൂടുതൽ പെട്രോ ഡോളർ അമേരിക്കൻ ഫെഡറൽ റിസർവിലേക്ക് വേണമെങ്കിൽ ഉത്പാദനം കുറയ്ക്കും, അപ്പോൾ വില കൂടും. ഇങ്ങനെ അവർ ലോകത്തെ കഴുത്തിന് പിടിച്ച് ഇടയ്ക്കിടയ്ക്ക് ചോക്ക് ചെയ്ത് ശ്വാസം മുട്ടിക്കും. അതൊരു പരിധിവരെ നടക്കാതായത് റഷ്യൻ എണ്ണയുമായി മോദിജി യൂറോപ്യൻ വാതിൽക്കൽ നിൽക്കുന്നത് കൊണ്ടാണ്. UAE പുറത്തു വന്നാൽ UAE പുറത്തു വരാൻ അവർക്ക് വ്യക്തമായ കാരണമുണ്ട്. അത് പറഞ്ഞുകൊണ്ട് UAEയുടെ സെൻട്രൽ ബാങ്ക് ഗവർണർ ഖാലിദ് മുഹമ്മദ് ബലാമ 2 ആഴ്ച മുമ്പ് US ഫെഡറൽ റിസർവിനെയും US ട്രഷറി സെക്രട്ടറിയും കണ്ട് UAEയുടെ പരിതാപകരമായ ലിക്വിഡിറ്റി ക്രഞ്ചിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അടിയന്തര സ്വാപ്പ് ലൈൻ ഓപ്പൺ ചെയ്തു തരാനായി ആവശ്യമുന്നയിച്ചു. അതായത് യുദ്ധം കാരണം UAEയിലേക്ക് പണം വരുന്നില്ല. നിക്ഷേപമായിട്ട് സഞ്ചാരികളായിട്ടും എണ്ണ വിറ്റും അവർക്ക് ആവശ്യം വേണ്ട ഡോളർ വരുന്നില്ല. അതിനാൽ ഇല്ലാത്ത കാര്യങ്ങൾ ഇശി കഷ്ടമാണ് എന്ന് പറഞ്ഞു. ആയതുകൊണ്ട് കുറച്ചു ദീർഘം അങ്ങോട്ട് വാങ്ങി വെച്ച് ലിക്വിഡിറ്റി കൂട്ടാൻ ഡോളർ തരാൻ സ്വാപ്പ് ലൈൻ തുറക്കാൻ പറഞ്ഞു. പക്ഷേ കേട്ടിടത്തോളം അമേരിക്കൻ സ്വാപ്പ് ലൈന് പകരം പാൻറ്റിൻ്റെ സിപ്പ് ലൈൻ എന്തോ തുറന്നു കാണിച്ചു എന്നാണ് പറയുന്നത്. ഉറപ്പില്ല, പക്ഷേ കാര്യം ശുഭമായില്ല. എന്നാൽ ഞാൻ മുങ്ങിയാൽ എല്ലാവരും കൂടി മുക്കും എന്ന് പറഞ്ഞ് UAE ഇപ്പോൾ ഒപ്പക്കിൻ്റെ പടി ഇറങ്ങി. ശ്രദ്ധിക്കണം, 3 മണിക്കൂർ നേരത്തേക്ക് ഒരു സുപ്രധാന തീരുമാനം എടുക്കും മുന്നേ മോദിജിയെ കാണണമെന്ന ആളാണ് UAE പ്രസിഡന്റ്. അത്ര നല്ല ബന്ധമാണ് അവർ തമ്മിലുള്ളത്. എന്നാൽ അതേസമയം സൗദി പാകിസ്ഥാനിലേക്കാണ് പോയത്. ഇന്നലെ ഇസ്രായേൽ സൈന്യവും ഇസ്രായേൽ വ്യോമ പ്രതിരോധവും ഒക്കെ ആദ്യമായി അറബ് മണ്ണിൽ കാലുകുത്തിയിട്ടുണ്ട്. കനത്ത വില നൽകേണ്ട അമേരിക്കൻ വ്യോമ പ്രതിരോധം UAEക്ക് താങ്ങാൻ പറ്റുന്നതല്ല. എന്തുകൊണ്ട് ചിലവ് കുറഞ്ഞ രീതിയിൽ ഇസ്രായേൽ വ്യോമ പ്രതിരോധവും ലേസർ ബീമും ഒക്കെ ഉപയോഗിച്ച് സ്വന്തം നാടിനെയും ജനങ്ങളെയും സംരക്ഷിച്ചുകൂടാ എന്നാണ് UAEയുടെ ചിന്ത. ഒരു തെറ്റായ തീരുമാനം UAEയുടെ വാതിൽ ഇസ്ലാമിക് ബ്രദർഹുഡിൻ്റെ കൈകളിൽ ചെന്ന് അവസാനിക്കും. അതുണ്ടാവാൻ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് താല്പര്യമില്ല. UAE എണ്ണ ഉത്പാദനം കൂട്ടുമ്പോൾ 2 കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. UAE ഡോളറിന് പുറമെ എണ്ണ വിൽക്കാൻ തുടങ്ങും. അങ്ങനെ UAE താൽക്കാലികമായി വേണ്ട അടിയന്തര ലിക്വിഡിറ്റി മെച്ചപ്പെടുത്തും. മാത്രമല്ല, പേയ്മെൻറ്റ് സെറ്റിൽമെൻറ്റിൽ ഡോളർ വാങ്ങാതെ ചൈനയും ഇന്ത്യയുമായി ആവശ്യമായ ചരക്ക് വസ്തുക്കളിൽ കൂടി കച്ചവടം നടക്കും. അങ്ങനെ വന്നാൽ ആഗോള എണ്ണയുടെ വില നിയന്ത്രണം നടത്താനുള്ള അമേരിക്കയുടെ ശേഷി കുറയും. ഇന്ത്യയുമായും ചൈനയുമായും ഹോർമൂസ് വഴിയുള്ള ഗതാഗതം ഇറാൻ തടയില്ല. അപ്പോൾ UAEക്ക് ഇപ്പോൾ നിലച്ചുപോയ എണ്ണ വ്യാപാരം പേടി കൂടാതെ തുടരാം. ഇറാൻ ആക്രമിക്കില്ല. ഇവിടെ ഇറാനും UAEയുടെ എണ്ണ മൂലം പ്രശ്നങ്ങൾ നേരിടും. യുദ്ധം മുറുകുമ്പോൾ ഹോർമൂസ് വഴിയുള്ള അമേരിക്കൻ സഖ്യരാജ്യങ്ങളുടെ എണ്ണ ഊർജ്ജ ഉത്പാദനം വ്യാപാരം തടഞ്ഞുകൊണ്ട് ഇറാന് ആഗോളതലത്തിൽ ഊർജ്ജ പ്രതിസന്ധി ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു. ഇപ്പോൾ UAE ഇന്ത്യയും ചൈനയുമായി വർദ്ധിച്ച തോതിൽ എണ്ണ വ്യാപാരം വർദ്ധിപ്പിക്കുമ്പോൾ മാർക്കറ്റിൽ എണ്ണയുടെ സപ്ലൈ കൂടും. യുദ്ധം മൂലം ഊർജ്ജ പ്രതിസന്ധി ഉണ്ടാക്കാൻ സാധിക്കുന്ന ഇറാന്റെ ശേഷിയും കുറയുകയാണ് ചെയ്യുന്നത്. എണ്ണയുടെ അവൈലബിലിറ്റി കൂടുമ്പോൾ ഊർജ്ജ പ്രതിസന്ധി സാധ്യത കുറയുകയാണ് ചെയ്യുക. ഇത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ലതല്ല. മിഡിൽ ഈസ്റ്റിൽ ഏത് പുരോഗതിയാലും അതിലെ കഴുക്കോൽ ഊരി വിറകാക്കാൻ ഇന്ത്യക്കും ചൈനയ്ക്കും കഴിയും. അതിനാൽ അമേരിക്ക ഉടനെ തന്നെ UAEക്ക് വേണ്ടി കറൻസി സ്വാപ്പ് ലൈൻ തുറന്നുകൊണ്ട് UAE അനുനയിപ്പിക്കാൻ ശ്രമം നടത്തുമെന്ന് കരുതാം.
ഈ വിഷയത്തെക്കുറിച്ച് ഇത്രയും ആധികാരികമായൊരു കുറിപ്പ് മറ്റൊരിടത്തും കണ്ടിട്ടില്ലാത്തത് കൊണ്ടാണ് ഞാനിത് വായിച്ച് കേൾപ്പിച്ചത്. എന്തായാലും UAEയുടെ നീക്കം ഇന്ത്യക്ക് ഗുണകരമാണ്. ഈ പ്രതിസന്ധി പരിഹരിക്കാൻ എളുപ്പമാണ്. അമേരിക്കയ്ക്ക് തിരിച്ചടിയാണ്, പാകിസ്ഥാന് നാണക്കേടാണ്, സൗദിക്ക് ഞെട്ടലാണ്.